പ്രാർത്ഥിക്കട്ടെ. നിന്റെ സങ്കടങ്ങൾ കുപ്പിയിൽ ശേഖരിക്കാൻ, നിന്റെ മാരക രോഗങ്ങൾ സുഖപ്പെടുത്താൻ, ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ ഈശോ വരുന്നു. അതിശക്തമായി സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങൾ കേട്ട നിരവധിയായ സാക്ഷ്യങ്ങളുണ്ട്. ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ സമർപ്പിച്ച നിയോഗങ്ങൾ, പുതുക്കിയപ്പോൾ സമർപ്പിച്ച നിയോഗങ്ങൾ, വിദൂരങ്ങളിൽ നിന്ന് മുട്ടുമേൽ നിന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ എല്ലാം ഈ അൾത്താരയിൽ ഇപ്പോൾ സമർപ്പിക്കുക. ഈശോയെ ഞങ്ങളെ സംരക്ഷിക്കണമേ, ഈശോയെ ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ. കരങ്ങളിയൊക്കെ ശക്തമായി സ്തുതിക്കട്ടെ. മക്കളെ സമർപ്പിക്കട്ടെ, ജീവിത പങ്കാളി സമർപ്പിക്കട്ടെ, മക്കളുടെ വിദ്യാഭ്യാസങ്ങൾ സമർപ്പിക്കട്ടെ, കടഭാരങ്ങൾ സമർപ്പിക്കട്ടെ, ജീവിത ദുരിതങ്ങൾ സമർപ്പിക്കട്ടെ, ദുഃഖങ്ങൾ പ്രാർത്ഥിക്കട്ടെ, വേർപാടിന്റെ വേദനകൾ സമർപ്പിക്കട്ടെ. ഇന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കളെ സമർപ്പിക്കട്ടെ. കർത്താവിന്റെ കൃപ ചെയ്യട്ടെ. തൊഴിൽ രഹിതര്, ഭവനരഹിതര്, സന്താനമില്ലാത്തവരെ എല്ലാവരെയും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ, കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതിയുടെ ഹല്ലേലൂയ. ധ്യാനം കൂടി പ്രാർത്ഥിക്കുന്നവർ, നിയോഗം അർപ്പിച്ചിട്ടുള്ളവർ, ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കൾ, രണ്ടാം ശനിയാഴ്ച വന്ന് പ്രാർത്ഥിക്കുന്നവർ, ജീവനക്കാർ, അവരുടെ ജീവിത ദുരിതങ്ങൾ. പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണം. കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതികട ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുന്ന മക്കളാണ്, ഉടമ്പടി ചെയ്തിട്ട് വിദേശങ്ങളിൽ പോകുന്ന മക്കളാണ്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാണ്, ഈ ശുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്നവർ, അവരുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ. അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണം. കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതികട ഹല്ലേലൂയ. എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുക, ഓർത്ത് സമർപ്പിക്കുക. ആവേ, അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കണമേ. കനായിൽ നടന്നപോലെ അത്ഭുതം ഉടനടി അഭിഷേകമായി തീരണമേ. എല്ലാവരും എഴുന്നേൽക്കുക. ശ്രുതികട ഹല്ലേലൂയ. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. സങ്കീർത്തനം 34 കർത്താവേ, എളിയവന്റെ നിലവിളി കേൾക്കണമേ, മനമുയർത്തി സ്വരമുയർത്തി കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. സങ്കീർത്തനം 119 കർത്താവേ, അണിനീരണമേ, നിലവിളികളുടെ മേൽ ഉത്തരം നൽകണമേ. കർത്താവേ, 6:33 അന്വേഷിക്കുന്ന രാജ്യമാണ്, ബാക്കിയെല്ലാം ഇവർക്ക് കൂട്ടിച്ചേർത്ത് നൽകണമേ. സങ്കീർത്തനം 91 അത്യുന്നത ശക്തി ഈ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. മനമുയർത്തി കരമുയർത്തിക്കൊണ്ട് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ, കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ, കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ, കണ്ണുനീരോടെ വിളിക്കട്ടെ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയമുള്ളവരെ, നമ്മൾ മരിയൻ ഉടമ്പടി ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിച്ചിരിക്കുക. ഉടമ്പടി ആരാധന എപ്പോഴും നമുക്കറിയാം
ഉടമ്പടിയെക്കുറിച്ചുള്ള അറിവിലെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആരാധനയുടെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. എല്ലാ ആരാധനയും അങ്ങനെയാണ്. നമ്മുടെ അറിവിന് ആനുപാതികമായിരിക്കും എപ്പോഴും അനുഭവങ്ങൾ. അതുകൊണ്ടാണ് ഈശോ പറയുക, നമ്മുടെ ആരാധിക്കുന്നവർക്ക് അറിവുണ്ടാകണമെന്ന് ഈശോ പറയാനുള്ള കാര്യം അതാണ്. അറിയാത്തവർക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ സമറിയാക്കാരിയോട് പറഞ്ഞത്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ യഹൂദരിൽ നിന്ന് വരുന്നു. ദൈവാനുഭവവും ദൈവശക്തിയും ദൈവ ഇടപെടലും അറിഞ്ഞ് ആരാധിക്കുന്നതിൽ നിന്നാണ് വരണത്. അതാണ് യോഹന്നാൻ 4:22. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അപ്പോൾ ആരാധനയും അറിവും തമ്മിൽ ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളുണ്ട്. അതാണ് നമ്മൾ അൾത്താറയിൽ പറയിപ്പിക്കുന്നത്. എല്ലാ സാക്ഷ്യങ്ങളും നമ്മൾ അൾത്താറയിൽ പറയിപ്പിക്കത്തില്ല. എന്താ കാര്യം? സാക്ഷ്യമല്ലാത്ത കൊണ്ടല്ല, അത് വലിയ സാക്ഷ്യങ്ങളാണ്, പക്ഷേ നമ്മൾക്ക് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളല്ല. അതാണ് വിഷയം. അത് ബുധനാഴ്ച തൊട്ട് ഞായറാഴ്ച വരെയുള്ള സമയങ്ങളിൽ ഇവിടുന്ന് അൾത്താറെ പറയാത്ത സാക്ഷ്യങ്ങളെ പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അൾത്താറെ പറയുന്നത് ഉടമ്പടി സാക്ഷ്യങ്ങളാണ്. ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ, അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞു കൊച്ചുങ്ങളെ ഇട്ടുകൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. ഹസ്ബൻഡിനും വൈഫിനും ജോലിയുണ്ട്, ഡ്യൂട്ടിക്ക് പോകണം, 3 കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോൾ അവരെന്നാ പറഞ്ഞത്, ഞാൻ OET പാസ്സാകണമെങ്കിൽ പഠിച്ചിട്ടല്ല പാസ്സാകണത്, പിന്നെ എന്താണ്, ദൈവം ഇടപെട്ടിട്ടാണ് പാസ്സാകണത്. അതാണ് ഉടമ്പടി സാക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഉടമ്പടി എല്ലാം വർക്കൗട്ട് ചെയ്യണം എങ്ങനെയാണ്? എന്തിനാണ് ഉടമ്പടി വെക്കണത്? ദൈവം നമ്മളുടെ ശക്തിക്ക് ഒരു കാര്യം ചെയ്യാൻ ഉള്ള ശേഷി നമുക്കില്ലാത്തപ്പോഴാണ് ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യണത്. പണ്ടും അങ്ങനെയാണല്ലോ. രാജാക്കന്മാർ തമ്മിൽ ഉടമ്പടി ചെയ്യണത് എന്താണ്? ശത്രു അവരെക്കാൾ കേമന്മാരാകുമ്പോഴാണ് അവർ ഉടമ്പടി ചെയ്യണത്. അതുപോലെ നമ്മൾക്ക് നേരിടാനുള്ള വിഷയങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ നമ്മളുടെ നിയന്ത്രണത്തിനേക്കാൾ അതീതമാകുമ്പോഴാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് എഫേസ്യൻസ് 2:8 എപ്പോഴും ഉടമ്പടിയുടെ മുഖമുദ്രയുടെ അടയാളവാക്യമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, എൻ്റെ യോഗ്യതയാലല്ല, ബട്ട് ബൈ ഗ്രേസ്, അങ്ങയുടെ കൃപയാൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മളുടെ കഴിവിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ കൃപ നേരിട്ട് പ്രവർത്തിക്കാനാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കി കൊടുക്കും, അല്ലേ? ഇത് ബൈബിളിൽ ആദ്യം മുതലേ ഉള്ളതാണ്. എന്താണ്? മനുഷ്യൻ്റെ ശേഷിക്ക് മുഷിക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളിൽ കർത്താവിനെ നിബന്ധനാപൂർവ്വം പങ്കുചേർക്കുക. വെറുതെ പങ്കുചേർക്കുകയല്ല, വെറുതെ പ്രാർത്ഥനാപൂർവ്വമല്ല, നിബന്ധനപൂർവ്വമാണ് നമ്മൾ പങ്കുചേർക്കണത്. അപ്പോഴാണ് അത് ഉടമ്പടിയാകണത്. ഉടമ്പടിക്ക് 2 ഘടകങ്ങളുണ്ട്, നിയോഗമുണ്ട്, നിബന്ധനയുണ്ട്. അപ്പം നിബന്ധനപൂർവ്വം, അപ്പം നമ്മൾ നിബന്ധനകൾ നമ്മൾ ഏറ്റെടുക്കും, അല്ലേ? ഇപ്പോൾ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ, എന്താ അവർ പറഞ്ഞത്? ഞാൻ ഒന്നേ എഴുതിയുള്ളൂ, എന്താണ്? ദൈവസ്നേഹം വർദ്ധിക്കണമെന്നാണ് എഴുതിയെന്ന്. അതാണ് അവർ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്നത്. സാക്ഷ്യം അവർ പറഞ്ഞതാണ്. അത് ഉടമ്പടിയുടെ മുഖമുദ്രയുള്ള സാക്ഷ്യമാണ്. ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. അത് ചില കാര്യമില്ല. ആ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണെന്ന് അറിയാമോ? 11:13 നിയമാവർത്തനം 11:13. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകൾ അനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും എന്ന് പറഞ്ഞേ, പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാന്യങ്ങളും വീഞ്ഞും എണ്ണയും സമൃദ്ധമായി ലഭിക്കത്തക്ക വിധം നിങ്ങളുടെ ഭൂമിക്ക് ആവശ്യമായ ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും യഥാസമയം അവിടുന്ന് നൽകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവസ്നേഹം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം കണ്ടല്ലേ, കാലാവസ്ഥ വരെ സ്വാധീനിക്കപ്പെടുകയാണ്.
വചനം മറക്കരുത്. നിയമാവർത്തനം 11:13. നിങ്ങളുടെ ഭൂമിക്ക് ആവശ്യമായ സ്പേസ്, ഇടം, സ്ഥലം, ഉടമ്പടി 2 കാര്യങ്ങളാണ് ഉള്ളത്. എന്താണുള്ളത്? ഒന്ന് സാഹചര്യം. സാഹചര്യത്തിൻ്റെ കാലാവസ്ഥ നിങ്ങൾക്ക് അനുകൂലമായി മാറ്റുമെന്ന്. സമയവും സാഹചര്യവുമാണ് ഉടമ്പടിയുടെ പ്രവർത്തന മണ്ഡലങ്ങൾ, അല്ലേ? സമയം ആയില്ല എന്ന് പറയുന്നതുകൊണ്ടാണല്ലോ അവൻ പറയണ പോലെ നമ്മൾ ചെയ്ത് സമയമാക്കണത്, അല്ലേ? ഇതുപോലെ തന്നെയാണ് ഒരു സ്പേസാണ് സ്ഥലത്തിനുള്ളത്. സ്ഥലം മീൻസ് നമ്മുടെ സാഹചര്യം. നമ്മുടെ സാഹചര്യമാണ് സ്ഥലം. ഈ സാഹചര്യങ്ങളുടെ മേലെ ദൈവം ചിലപ്പോൾ സ്ഥലങ്ങൾ നമുക്ക് പ്രതികൂലമായി വരും. അതിനെ ആ സാഹചര്യത്തെ ദൈവം അനുകൂലമാക്കി മാറ്റും. എപ്പോഴാണ്? ദൈവസ്നേഹം കൂടുമ്പോൾ. അപ്പം നിങ്ങളെ ഈ ഉടമ്പടിയിലുള്ള നിബന്ധനകളില്ലേ, ആ നിബന്ധനകളെ പാലിക്കുമ്പോൾ ആ നിബന്ധനകളുടെ ലക്ഷ്യം എന്താണ്? ദൈവസ്നേഹം കൂട്ടുക എന്നുള്ള ലക്ഷ്യം. ഇപ്പോൾ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ, ആ പത്രം കിട്ടിയപ്പോൾ ഞാൻ മുത്തിക്കൊണ്ടാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞില്ലേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതായത് എന്ത് ചെയ്യണതും പ്രധാനപ്പെട്ട കാര്യമാണ്, ആര് ചെയ്യണം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് ചെയ്യണം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നിങ്ങൾ ഉടമ്പടി തൈലം വാങ്ങിച്ചു, ഇന്നാൾ ഒരു ചേട്ടത്തി വന്നായിരുന്നു, ഉടമ്പടി തൈലം എലി കൊണ്ടുപോയെന്ന്. വാട്ട് ഈസ് അത്? ഭദ്രമായിട്ട് വെക്കേണ്ടതാണത്. ഇവിടെ വിശുദ്ധ ബലി അർപ്പിച്ച് പരിശുദ്ധ അമ്മ നിന്നിരുന്ന സ്ഥലത്ത് വെച്ചിട്ട് 3 പ്രാവശ്യം വിശ്വാസ പ്രഖ്യാപനം ചെയ്തിട്ടാണത് ഓരോ കാര്യവും 2 തവണ ആശീർവദിക്കണത്. അപ്പോൾ അത്രയും ഭവ്യമായിട്ട് തരുമ്പോൾ നമ്മളെ പെട്ടിയിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. വല്ലയിടത്തും കൊണ്ടുപോയി വെളിച്ചെണ്ണ, പപ്പടം മറക്കാൻ വെളിച്ചെണ്ണ വെക്കണ പോലെ വെച്ചാൽ പണിയായിരിക്കും. അതാണ് ആര് ചെയ്യുന്നുവെന്നുള്ളത്. ആര് ചെയ്യുന്നുവെന്നുള്ള വിഷയമാണ്. അനുഭവങ്ങളെല്ലാം അതിനാ ബേസ് ചെയ്താൽ പോണത്. അപ്പോൾ അവരെന്താണ്? പത്രം മുത്തിക്കൊണ്ട് വാങ്ങിച്ചത് എന്താണ്? അമ്മമാതാവിൻ്റെ പത്രമാണെന്ന് അവർക്കറിയാം. അപ്പം അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യണത്? ദൈവസ്നേഹത്തോടെ ചെയ്തതെന്നാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. പത്രം ദൈവസ്നേഹത്തോടെയാണ് വാങ്ങിച്ചത്, അല്ലേ? അപ്പോൾ കൊടുക്കണത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ദൈവസ്നേഹത്തോടെ കൊടുക്കണം. പത്രം വാങ്ങിക്കണത് ദൈവസ്നേഹത്തോടെ, പിന്നെ കൊടുക്കണതും ദൈവസ്നേഹത്തെ. കാര്യം പത്രത്തിൽ പരസ്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്കറിയാം. എന്താ ഉള്ളത്? 1 മാസം മുഴുവൻ ദൈവം ചെയ്ത അത്ഭുത കൃത്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ എന്താ ഉള്ളത്? അൾത്താരയിൽ കർത്താവിൻ്റെ വചനങ്ങൾ, പ്രഘോഷിക്കപ്പെട്ട വചനങ്ങൾ മാത്രമേ അതിലുള്ളൂ. ദൈവികമായ കാര്യങ്ങളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് ഭയങ്കര സമ്മർദ്ദങ്ങളാണ് അതിൻ്റെ അകത്ത്. പല ആർട്ടിക്കിൾ, പല അച്ഛന്മാരുടെ ആർട്ടിക്കിൾ, അങ്ങനെ ബുദ്ധിപരമായിട്ടൊന്നും എഴുതി കുത്തിച്ചേർത്തണ പഴഞ്ചാക്കല്ലത്. അത് കറക്റ്റായിട്ട് എന്താണ്? കൃപാസന അൾത്താര എന്ത് സംഭവിക്കുന്നു അതാണ് ജനങ്ങളിലേക്ക് പോകുന്നത്. കൃപാസന അൾത്താരെ സംഭവിക്കുന്ന വിഷയങ്ങളാണ് പത്രത്തിൻ്റെ ഉള്ളടക്കം. കൃപാസന അൾത്താരെ ദൈവം എന്ത് പറഞ്ഞു, എന്ത് വചനം പ്രഘോഷിക്കപ്പെട്ടു, അത് ബിഷപ്പുമാരായാലും അച്ഛന്മാരായാലും ആരായാലും ബ്രദർമാരെ, കൃപാസന അൾത്താരെ എന്ത് വചനം പ്രസംഗിക്കപ്പെട്ടു, കൃപാസന അൾത്താരയിൽ കർത്താവ് എന്തടയാളങ്ങൾ കാണിച്ചു. അമ്മ പ്രത്യക്ഷപ്പെട്ടതല്ല ഇവിടുത്തെ വിഷയം. അതിൻ്റെ സൂചനകളും അടയാളങ്ങളുമാണ് പത്രത്തിലുള്ളത്. അതുകൊണ്ടാണ് പത്രം വെക്കുമ്പോൾ ദൈവസ്നേഹത്തോടെ ആണ് അത് വാങ്ങിക്കേണ്ടതും അതുപോലെ തന്നെ കുടിക്കേണ്ടതും. ശ്രുതികട ഹല്ലേലൂയ. ഉടമ്പടി മുദ്രയോടെ ആത്മാവിൽ നിറവോടുകൂടി പാലിക്കാൻ പ്രവർത്തിക്കണമേ. കൃപാസന പ്രേക്ഷിത പത്രിക സുവിശേഷവൽക്കരണത്തിൻ്റെ ആത്മചൈതന്യത്തോടുകൂടി വിതരണം ചെയ്യണം. ആത്മാഭിഷേകം വായിച്ച് കൃപ പ്രാപിക്കാൻ അനുഗ്രഹം വർഷിക്കണമേ. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുകയാണ്, ദൈവത്തെ പാടിപ്പുകഴ്ത്തുകയാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയിൽ സ്തുതി പോഴ്ചയുണ്ടായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയിൽ സ്തുതി പോഴ്ചയുണ്ടായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയിൽ സ്തുതി പോഴ്ചയുണ്ടായി. അപ്പോൾ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും എന്താണ് നമ്മുടെ ലക്ഷ്യം? ദൈവസ്നേഹം വർദ്ധിപ്പിക്കുക. നിങ്ങൾ ദൈവസ്നേഹം വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മൂല്യം വർദ്ധിക്കും. ദൈവതിരുസന്നിധി നിങ്ങളുടെ യോഗ്യത വർദ്ധിപ്പിക്കും. അപ്പോൾ ഉള്ള യോഗ്യതയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ, കാരുണ്യ പ്രവൃത്തിയുടെയൊക്കെ ഒരു ലക്ഷ്യം. അതിനെന്താണ് യോഗ്യത വർദ്ധിപ്പിക്കുന്നത്? ദൈവസ്നേഹം കൂട്ടണം. ഉടമ്പടി ചെയ്യാൻ എന്താണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്? അമ്മ വഴി ദൈവസ്നേഹം ഇനിയുള്ള കാലങ്ങളിൽ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും
ഞാൻ ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷ സാക്ഷിയാകും. പറഞ്ഞ് ഇനിയുള്ള കാലങ്ങളിൽ ഞാൻ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷ സാക്ഷിയാകും. ഇനിയുള്ള കാലം മുഴുവനും ദൈവസ്നേഹത്തിൻ്റെ ഉടമ്പടി അഭിഷേക ശക്തിയുടെ സുവിശേഷ വേലയുടെ ദൈവവചന പ്രചാരത്തിൻ്റെ സാക്ഷിയായി യേശുക്രിസ്തുവിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കർത്താവിൻ്റെ സുവിശേഷം ചെയ്യാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഇപ്പോൾ നമ്മൾ ആരാധനയിൽ അറിയണത് എന്താണ്? ഉടമ്പടി ആരാധനയിൽ ഉടമ്പടി ഫീച്ചേഴ്സാണ്, ഉടമ്പടിയുടെ മുഖമുദ്രകൾ. അതിലൊന്നാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എഫേസ്യസ് 2:8, സക്രിയ 4:6. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. ഈ വചനങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. സക്രിയ 4:6. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി ചെയ്ത എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ ചൊരിയണമേ. സൈന്യത്താലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാൽ, അഭിഷേകത്താൽ, കൃപയുടെ അഭിഷേകത്താൽ ഉടമ്പടി ചെയ്ത മക്കളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ 2 ഉടമ്പടിയുടെ മുഖമുദ്രകൾ കണ്ട്, ഒന്നെന്താണ്? ദൈവസ്നേഹം വർദ്ധിപ്പിക്കുക, അല്ലേ? നമ്മുടെ ആധ്യാത്മിക യോഗ്യത വർദ്ധിപ്പിക്കുക. ആദ്യത്തെ എന്താണ്? നമ്മുടെ മെറിറ്റിലല്ല, യോഗ്യതയില്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ. മൂന്നാമത്തത് എന്താ ഉടമ്പടിയുടെ മുഖമുദ്ര? ടൈമാണ്. ഇവിടെ 2019 ഏറ്റവും വലിയ വെളിപാട് എന്താണ്? ടൈം വെച്ച് പ്രാർത്ഥിക്കാനാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ സ്വാധീനമുണ്ട്. അത് സഭ ഒരു ഇൻഡിക്കേഷനാണ്. സഭ ഈ വിഷയം പഠിച്ച് ഇതിൻ്റെ സത്യാവസ്ഥകളെ പുറത്ത് കൊണ്ടുവരണം. അതിനാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സമയ സന്ദർഭങ്ങൾ അധികാരം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധമേ, ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കള്, അവരുടെ നിയോഗങ്ങള്, അവരുടെ സമയത്തില് ദൈവത്തിന്റെ ശക്തി ഇടണമേ, അനുഗ്രഹം വർഷിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്. ഇപ്പം ഷാരോണിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ? ഷാരോൺ ന്യൂസിലൻഡിലെ വിസയ്ക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടി, അല്ലേ? അപ്പോൾ കിട്ടത്തില്ല എന്ന അവസ്ഥയായപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, നമുക്ക് അമ്മയുടെ കൂടെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. ജപമാല ചൊല്ലി അമ്മയുടെ കൂടെ യാത്ര ചെയ്യാം. ആ യാത്ര അമ്മയുടെ കൈ പിടിച്ച്, കരം പിടിച്ച്, അമ്മയുടെ കരം ഗ്രഹിച്ച് ജപമാല ചൊല്ലി യാത്ര ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു, ഡേറ്റ് ഇട്ടേക്കാൻ പറഞ്ഞു. ഉടനെ ഷാരോൻ്റെ അമ്മ അവളോട് തിരിഞ്ഞ് പറഞ്ഞു, ഇനി ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഡേറ്റ് ഇടുക. ഉടനെ ഡേറ്റ് ഇട്ടേ. ജവമാർ റാലിയുടെ ഉള്ളിൽ നടന്ന സംഭവമല്ല, സാക്ഷി നമ്മൾ കേട്ടില്ലേ? ഡേറ്റ് ഇടുക. എന്താ അവൾ ഡേറ്റ് ഇട്ടത്? നവംബർ 26. ആ നവംബർ 26 ഡേറ്റ് ഇട്ടിരിക്കുകയാണ്. ആർക്ക് കൊടുക്കുന്നത്? പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് പരിശുദ്ധ അമ്മ വഴി സമയം കർത്താവിന് സമർപ്പിക്കും. ഈ ഡേറ്റ് ഇടുന്നത് 6 മാസമേ ആയുള്ളെന്ന് തോന്നണം. ഈ സമയത്തിൻ്റെ മേൽ അമ്മയുടെ അധികാരം ഉണ്ടായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവിക്കുന്നത്, അത് ഷാർപ്പായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വാഗ്ദാന പേടകമായി മാറും. അപ്പോൾ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ സമയം നമുക്ക് നിശ്ചയിക്കാനുള്ള അധികാരമായിട്ട് മാറും. അധികാരം ഒരു വിഷയമാണ്. ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ. ശത്രു എപ്പോഴും നമ്മുടെ സമയത്തെ വെച്ചാണ് നമ്മൾ ആക്രമിക്കുന്നത്. സമയം ചിലപ്പോൾ ശത്രുവിൻ്റെ ശക്തി കൂടിയായിട്ട് വരും. അതുകൊണ്ടാണ് ലൂക്ക 10:19 പറയണത്, ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ഒന്ന് പറഞ്ഞേ, ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. ഈ അധികാരം അമ്മയ്ക്കുള്ള അധികാരമാണിത്. ഹവ്വ സാത്താൻ വഞ്ചിച്ചപ്പോഴേ സാത്താൻ്റെ തല തകർക്കാൻ വേണ്ടി അമ്മയ്ക്കാണ് പാമ്പിൻ്റെ തല തകർക്കാനുള്ള അധികാരം കൊടുത്തത്. ആ അധികാരം കൈമാറുകയാണ്. എങ്ങനെയാണ്? കർത്താവിൻ്റെ രക്ഷാകര സംഭവത്തിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന അധികാരം വിശ്വാസി കൈമാറുന്ന കൈയിട്ടിച്ച് കർത്താണ്. വിശ്വാസിക്ക് ലഭിക്കണം എന്താണ്? പ്രപഞ്ച വസ്തുക്കളുടെ മേലുള്ള
അധികാരം, സമയത്തിൻ്റെ മേലും സ്ഥലത്തിൻ്റെ മേലും സാഹചര്യത്തിൻ്റെ മേലുമുള്ള അതുകൊണ്ടാണ് പ്രവർത്തനങ്ങളിലൂടെ, കാരുണ്യ പ്രവൃത്തികളിലൂടെ, പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ ദൈവസ്നേഹം വർദ്ധിപ്പിക്കുമ്പോൾ അച്ഛൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ അധികാരം വർദ്ധിപ്പിക്കണം. അപ്പോൾ അവർ ഫിക്സ് ചെയ്ത ഉടനെ ഡേറ്റ്, എന്താ ഡേറ്റ് ഫിക്സ് ചെയ്തത്? നവംബർ 26. ആ നവംബർ 26 ഫിക്സ് ചെയ്തിട്ട് പിന്നെ അതിനെ ഫോക്കസ് ചെയ്താണ് അവർ ഓരോ മൂവ്മെൻറ്റും പ്രാർത്ഥനയിൽ സമീപിക്കുന്നത്. ആ നവംബർ 26 തീയതി 3 മണിക്ക് ഇവളെ എഴുന്നേക്കും. ആ സാക്ഷ്യം കേട്ടില്ലേ നിങ്ങൾ? എഴുന്നേറ്റിട്ട് അമ്മയോട് തൻ്റെ വിശ്വാസം അവസാനം പ്രഖ്യാപിക്കും. അമ്മേ, ടുഡേ ഈസ് നവംബർ 26 ഓവർ. അമ്മ മാർക്കിടന്ന് ഉറങ്ങും. അമ്മയോട് പറയും, ഇന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്. അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ അവളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരും, യു ആർ സെലക്റ്റഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ. വിവിധ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നവരെ, വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവരെ, ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ളവരെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. അപ്പോൾ ന്യൂസിലൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, കോളേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നമുക്ക് വിസ വരണം അല്ലേ? പക്ഷേ ഈ ഭാഗധേയം ആരുടെ കയ്യിലാണ്? ന്യൂസിലൻഡ് കോളേജ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ് നമ്മുടെ ഭാഗധേയം. നമ്മുടെ സമയം അല്ല. അതായത് ശ്രദ്ധിക്കണം, നമ്മൾ സമയം അധികാരത്തെ ഫിക്സ് ചെയ്യുമ്പോൾ ഓർക്കണം, നമ്മുടെ ഭാഗധേയം ആരുടെ കരങ്ങളിലാണ്? കർത്താവിൻ്റെ കരങ്ങളിലാണ്, അല്ല യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലല്ല. നമ്മൾ യൂണിവേഴ്സിറ്റിയാണ് ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്, അല്ല. ലോർഡ്, മൈ ടൈംസ് ആർ അറ്റ് യുവർ ഹാൻഡ്സ്. അങ്ങനെ ശക്തമായൊരു വചനമുണ്ട്. ലോർഡ്, മൈ ടൈംസ് ആർ അറ്റ് യുവർ ഹാൻഡ്സ്. കർത്താവേ, എൻ്റെ സമയം നിൻ്റെ കരങ്ങളിലാണെന്ന്. മലയാളത്തിൽ അത് വ്യാഖ്യാനിച്ചാണ് എഴുതിയിരിക്കുന്നത്. RSV ബൈബിൾ സ്റ്റാൻഡേർഡ് വെർഷൻ പറയുന്നത് ലോർഡ്, മൈ ടൈംസ് ആർ അറ്റ് യുവർ ഹാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവേ, അങ്ങേ കരങ്ങളിലാണ് എൻ്റെ സമയം, എൻ്റെ ഭാഗധേയം. സങ്കീർത്തനം 31:15. സങ്കീർത്തനം 31:15. ലോർഡ്, മൈ ടൈംസ് ആർ അറ്റ് യുവർ ഹാൻഡ്സ്. കർത്താവേ, അങ്ങേ കരങ്ങളിലാണ് എൻ്റെ ഭാഗധേയം. ഇംഗ്ലീഷ് ബൈബിൾ കറക്റ്റ് ടൈം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളം ബൈബിള് അതിൻ്റെ വ്യാഖ്യാനമാണ് പറയണത്. ഇതാണ് ഭാഗധേയം. രണ്ടും ശരിയാണ്. അപ്പോൾ ന്യൂസിലൻഡ് യൂണിവേഴ്സിറ്റിയിലല്ല നിൻ്റെ ഭാഗധേയം, നിൻ്റെ സമയം കർത്താവിൻ്റെ കരങ്ങളിലാണെന്ന്. കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം നീ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ദൈവമാണ് നിനക്ക് തരണത്, അല്ല യൂണിവേഴ്സിറ്റി അല്ല. നിനക്ക് തരുന്ന ഓരോ ആനുകൂല്യങ്ങൾ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഓരോ സൗഖ്യങ്ങൾ, ലോർഡ്, മൈ ടൈംസ് ആർ അറ്റ് യുവർ ഹാൻഡ്സ്. എൻ്റെ ഭാഗധേയം അങ്ങേ കരങ്ങളിലാണ്. പറയുക, കർത്താവേ, എൻ്റെ ഭാഗധേയം, എൻ്റെ അനുഗ്രഹങ്ങൾ, എൻ്റെ ആനുകൂല്യങ്ങൾ ബാങ്കിലല്ല, ബന്ധുക്കളിലല്ല, മറ്റ് രാജ്യങ്ങളിലല്ല, എംബസിയിലല്ല, കർത്താവേ, നിന്റെ കരങ്ങളിലാണ്. അടിച്ചു കർത്താവ്, എന്റെ ഈശോയെ, മക്കൾ ഇന്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, പരീക്ഷകൾക്ക് ഡേറ്റുകൾ സമർപ്പിക്കുന്നു. കർത്താവേ, ജോലിക്ക് ജോലി ചെയ്യുന്ന സമയങ്ങൾ സമർപ്പിക്കുന്നു. മാനക രോഗങ്ങളുടെ ഡേറ്റുകൾ സമർപ്പിക്കുന്നു. അത്ഭുതകരമായി ഇടപെടുന്നവേ, ഹല്ലേലൂയ. മൂന്നാമത്തെയും 4മത്തെയും ഉടമ്പടിയുടെ മുഖമുദ്ര എന്താണ്? ഐ വിൽ കം വിത്ത് യു. ഞാൻ നിങ്ങളുടെ കൂടെ വരും. അതിനാണ് ഈ കാശുരൂപം ജ്ഞാപകമായി പഴയ കാലത്തെ ഉടമ്പടിയുടെ പ്രകാരം അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് കാശുരൂപം ബ്ലസ് ചെയ്ത് തന്നിരിക്കുന്നത്. അതാണ് കളയരുതെന്ന് പറയുന്നത്. അത് ആധാർ കാർഡ് പോലെ, ഐഡൻറ്റിറ്റി പ്രമാണം പോലെ അത് പ്രയോജനപ്പെടുന്നത്. അതെന്താണ്? നമ്മളുടെ കൂടെയുള്ള ഉടമ്പടി ചെയ്യുമ്പോൾ, ഇപ്പോൾ സീനായിൽ നിന്ന് ജനം ഇറങ്ങുമ്പോൾ ദൈവം കൊടുക്കുന്ന വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു. ജെറീക്കോ വരെ അത് പൊടിക്കാൻ ഞാൻ നിൻ്റെ കൂടെ വരും. ജോർദാൻ പറ്റിക്കാൻ ഞാൻ നിൻ്റെ കൂടെ വരും. അതിനാണ് കാശുരൂപം തന്നിരിക്കുന്നത്. അത് പ്രാർത്ഥിച്ചിട്ട് അത്യാവശ്യ സമയങ്ങളിൽ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലിയെടുക്കും. സീനായിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അതായത് ഒരമ്മച്ചി പറഞ്ഞ്, ഈശോയോട് പറഞ്ഞ്, എനിക്ക് 4ാം ക്ലാസ് പഠിപ്പേ ഉള്ളൂ. ഞാൻ താമസിക്കുന്നത് എവിടെയാണ്? ഒരു പുഴവരമ്പിലാണ്. എൻ്റെ വീടിന് കരമടച്ചിട്ട് 7 കൊല്ലമായി. വില്ലേജ് ഓഫീസിൽ നിന്ന് തട്ടിയിട്ട് ഞാനിപ്പോൾ തഹസിൽദാർ ഓഫീസിൽ നിന്ന് തട്ടി എന്നെ അങ്ങോട്ടേക്കോട്ട് മാറ്റുകയാണ്. അവർ പറയണത്, നിങ്ങൾ നിയമവിരുദ്ധമായിട്ട് താമസിക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ ഇതിനെ കരമടക്കാനുള്ള അനുവാദം തരത്തില്ല. അപ്പോൾ എനിക്ക് പുതിയ വീടും വെക്കാൻ പറ്റത്തില്ല. ഞാൻ ഉറഞ്ഞു തല്ലി ഇവിടെ കിടന്ന് നശിച്ച് പോകും. അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് എന്നാ ചെയ്യണത്? ഇവർ കാശുരൂപം പിടിച്ചുകൊണ്ട് പോകും. പറഞ്ഞിട്ട് പറയും,
കർത്താവേ എനിക്ക് 4ാം ക്ലാസ്സേ ഉള്ളൂ, ഞാൻ പോണതിന് മുമ്പ്, ഞാൻ തഹസിൽദാറിൻ്റെ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് നീ ചെന്ന് അവനോട് കാര്യം പറയണം, എനിക്കത് എൻ്റെ കരമടച്ച് തരാൻ പറയണമെന്ന്. അപ്പോൾ അന്ന് വരെ ഉടക്കിയിരുന്ന തഹസിൽദാരെ ഇവർ ചെല്ലുകയും നാളെ രാവിലെ വരാൻ പറഞ്ഞ് നാളെ രാവിലെ ചെന്നപ്പോൾ കരമടച്ച് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈശോസ്തോത്രം. അതാണ് ഐ വിൽ കം വിത്ത് യു ഉടമ്പടിയുടെ. അതെപ്പോഴും ശ്രദ്ധിക്കുക. അതിൻ്റെ വചനം 33:14 പുറപ്പാട്. കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞ്, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പുറപ്പാട് 33:14. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മക്കളെ, ഇത് വിശ്വസിക്കാനുള്ള കഴിവാണ് നമ്മൾ ആർജിക്കണത്. ഇപ്പം ഷംന അവർ ഇസ്ലാമാണല്ലേ, അവിടെ സാക്ഷ്യം കേട്ടില്ലേ? അവരെന്നാ പറഞ്ഞത്? അവളുടെ ഒരു ഫ്രണ്ടിനെ പാങ്ക്രിയാസിൽ കല്ല്. അപ്പോൾ അവരെന്നാ പറയണത്? അയാൾ കിടന്ന് വലിയ മനുഷ്യ കിടന്ന് കാറുകയാണ്. അവൾ ഭർത്താവിൻ്റെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് ചെന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ചേട്ടാ, നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ പറയും, നീ മുസ്ലിമായിട്ട് നീ വിശ്വസിക്കുന്നു, പിന്നെ ഞാൻ ക്രിസ്ത്യാനിയായ എനിക്ക് വിശ്വസിച്ചാൽ എന്താ? നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറയും. ഉടനെ എന്താ അവർ ചെയ്യണത്? ഉടമ്പടി തൈലം എടുത്തിട്ട് കല്ലിരിക്കുന്ന സ്ഥലത്തിട്ട് ഒരു കുരിശ് വരക്കും. അതാണ് വിശ്വാസം. നമ്മൾ എന്തുമാത്രം ആഴമായി വിശ്വസിക്കുന്നോ വിശ്വാസിയാണ് വിഷയം. അല്ല എന്നാ ജാതിയാണ് എൻ്റെ മതമെന്നല്ല, വെദർ യു ബിലീവ് ഇൻ ഓർ നോട്ട്, അതാണ് പ്രശ്നം. അപ്പോൾ ആ വിശ്വാസത്തിലേക്ക് ആഴമുണ്ട്. എന്താണ്? അവൾക്ക് പിന്നെ പോകേണ്ട ട്രിവാൻഡ്രത്തേക്കാണ് IELTS എഴുതാൻ വേണ്ടി. IELTS എഴുതാൻ പോകുമ്പോൾ അവൾ പറയും, IELTS അല്ലായിരുന്നു എൻ്റെ വിഷയം, ഞാൻ കർത്താവിനോട് പറഞ്ഞു അവൻ്റെ കല്ല് പുറത്ത് ചാടിക്കണമെന്ന്. അതാണ് വിശ്വാസം. എന്നിട്ട് 5:30 ഞാൻ ട്രെയിനെ തിരിച്ച് പരീക്ഷ കഴിഞ്ഞ് കയറിയിരുന്നിട്ട് ഞാൻ നോക്കുമ്പോഴുണ്ട് ഞാൻ പറഞ്ഞ സമയത്ത് 12 മണിക്ക് കർത്താവ് കല്ല് പുറത്ത് ചാടിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേട്ട സാക്ഷ്യമാണല്ലേ? അതെന്താ സംഭവം? നമ്മൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ പറയണതെല്ലാം സത്യമാണ്, പക്ഷേ നമ്മളുടെ വിശ്വാസം അതാണ് ഈ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണെന്ന് പറയണില്ലേ? അപ്പം നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി, നിങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം, അത് ഒരു ആചാരവട്ട അനുഷ്ഠാനക്രിയ അല്ല, മറിച്ച് ആ വചനത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം എന്തുമാത്രം ഉണ്ട്. ഇപ്പം ഞാൻ 10 പത്രം കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 100 പത്രം കൊടുക്കണം. എന്താ കാര്യം? 1 മൈൽ പോകാൻ ഇച്ഛിക്കണവൻ്റെ കൂടെ 2 മൈൽ പോകാനല്ല കർത്താവ് പറഞ്ഞത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും അത് സ്ഥിരീകരിക്കുന്നതിന് അതിൻ്റെ ഇരട്ടി ചെയ്താണ് നമ്മൾ സ്ഥിരീകരണം മേടിക്കേണ്ടത്. കൈയടിച്ച് കർത്താവ് ചൊല്ലുക. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഇന്നത്തെ സാക്ഷ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം എന്താണ്? കൈവെപ്പ് പ്രാർത്ഥനയാണ്. 3 സാക്ഷ്യങ്ങളാണ് വന്നത് അല്ലേ? രോഗമുള്ളയിടത്ത് കൈവെച്ച് പ്രാർത്ഥിക്കാൻ. എന്തുകൊണ്ടാണ് കൈവെച്ച്? നമ്മൾ സാധാരണ കൈവെക്കണത് എവിടെയാണ്? തലയിലാണ് കൈവെക്കണത് അല്ലേ? കൃപാസനത്തിൽ കൈവെക്കണത് എവിടെയാണ് രോഗം? അവിടെ കർത്താവിൻ്റെ നാമത്തിൽ കൈവെക്കും. അതെന്നാ സംഭവം? ഉടമ്പടി കൈവെപ്പ് രീതികളാണ്. അതെവിടുന്ന് നമുക്ക് കിട്ടിയത്? ഇസഹാക്കിന് ജീവിത പങ്കാളിയെ വേണം, പക്ഷേ എബ്രഹാത്തിനൊരു നിർബന്ധമുണ്ട്, അവൻ്റെ ചാർച്ചക്കാരുടെ കൂട്ടത്തിൽ നിന്ന് മാത്രമേ ഇസഹാക്കിന് പെണ്ണെടുക്കാവുന്ന. അപ്പോൾ ഏറ്റവും മൂത്തവനെ വിളിച്ചിട്ട്, മൂത്ത ഫ്രിത്തിനെ വിളിച്ചിട്ട് പറയും, നീ എൻ്റെ തുടയുടെ കീഴെ കൈവെക്കുക. എന്താണ് കാരണം? ഉടമ്പടിയാണ്. എന്താണ്? നീ ചെല്ലുമ്പോൾ എൻ്റെ മകനെ ഇസഹാക്കിനുള്ള ജീവിത പങ്കാളിയെ എൻ്റെ ദൈവം നിനക്ക് കാണിച്ചു തരും. അതിൻ്റെ അടയാളം ഇതാണ്, നീ അവളോട് ചോദിക്കണം, എനിക്കിത്തിരി കുടിക്കാൻ തരുമോ എന്ന്. അപ്പോൾ അവൾ നിന്നോട് പറയും, നിനക്ക് മാത്രമല്ല നിൻ്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ കുടിക്കാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവളാണ് കർത്താവ് കാണിച്ചു തരുന്നത് അവളെ. അപ്പോൾ ഫ്രിത്യൻ ചോദിക്കും, അവൾ എൻ്റെ കൂടെ പോരാൻ തയ്യാറായില്ലെങ്കിലാ? അപ്പോൾ നീ ഉടമ്പടിയിൽ നിന്ന് റിലീവ്ഡായി, പക്ഷേ എൻ്റെ മകനെ തിരിച്ച് നീ കൊണ്ടുപോകരുത്. അതാണ് ഉടമ്പടി. അപ്പം ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നമ്മൾ ദൈവനാമത്തിൽ കൈവെക്കുന്നത് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ്. നമ്മൾ ദൈവദിനസ്ഥന് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് മധ്യസ്ഥത്തിൽ ഈശ്വരോട് ചെയ്തിരിക്കുന്ന ഉടമ്പടി അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പിസ്റ്റിലായിരിക്കും. ഒരു ചേട്ടത്തി പറഞ്ഞില്ലേ, എനിക്ക് എന്തോ ഒരു സാധനം ഇറങ്ങി വരുമായിരുന്നു, അപ്പോഴേ ഞാൻ എൻ്റെ നടുവിൽ കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ എനിക്ക് ജീവിക്കാൻ പറ്റണില്ല, ഇനി ഒരിക്കലും ഞാനിത് കാണരുതെന്ന് പറഞ്ഞു. അത് നടുവിൽ കൈവച്ചെന്ന് പറഞ്ഞില്ലേ? വേല എടുത്ത് വയറ്റിൽ കൈവച്ചു. കൈവെക്കുന്ന സ്ഥലത്ത് നിന്ന് ആ രോഗം അപ്രത്യക്ഷമാകണം. എന്താ കാര്യം? ആ കൈവെക്കുമ്പോഴേ ഉൽപ്പത്തി 24:2 അനുസരിച്ച് കൊണ്ട് എബ്രാഹാം തൻ്റെ തുടയുടെ കീഴിൽ ഫ്രിത്യനെ കൊണ്ട് ഉടമ്പടി ചെയ്യിച്ച കൈവെപ്പാണത്.
അന്ന് മുതൽ ആ വചനം കർത്താവ് തന്നതിന് ശേഷം നമ്മൾ അതിൽ വിശ്വസിച്ചിട്ട് കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു മാർഗമായത് മാറുകയാണ്. അതുകൊണ്ട് എന്തെല്ലാം സംഭവമാണ്, ശരീരത്തിൽ എവിടെയെല്ലാം നമ്മൾ കൈവെക്കുന്നുവോ അവിടെയെല്ലാം മാതാവ് മുഖേന ഈശോയോട് ചെയ്ത ഉടമ്പടിയെ അനുസ്മരിച്ചുകൊണ്ടാണ് കൃപാസനത്തിൽ കൈവെക്കുന്നത്. കൃപാസനത്തിൽ മാത്രമേ അങ്ങനെ കൈവെക്കുമ്പോൾ സുവിശേഷപരമായ പശ്ചാത്തലമുള്ളത് എന്താണ്? ഉടമ്പടിയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അയ്യോ, പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീരാവ്യാധികൾ, മാരക രോഗങ്ങളാണ് അത്ഭുതകരമായ ദിവ്യകാരുണ്യത്താൽ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കയ്യൊപ്പ് പ്രാർത്ഥന തന്നെയാണ് ആരംഭിക്കാൻ പോകുന്നത്. രോഗമുള്ളിടത്ത് നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെന്ന് പറയണത് ഇവിടെ നിൽക്കുന്ന 100 കണക്കിന് മക്കൾ മാത്രമല്ല, 1000 മക്കൾ ലൈവായിട്ട് ശുശ്രൂഷ ഇപ്പോൾ കൂടുന്നുണ്ട്. ഈ ആഴ്ച വട്ടം എത്തുമ്പോൾ അത് 70,000 പേരായിട്ട് വർദ്ധിക്കും. ആ 70,000 പേരോടുമാണ് അച്ഛൻ ഈ സമയത്ത് നിങ്ങൾ ആ ശുശ്രൂഷ കേൾക്കുന്ന സമയത്ത് കൈവെക്കണം. ഇപ്പോഴാണ് നിങ്ങൾ കേൾക്കണമെങ്കിൽ ഇപ്പോൾ കൈവെക്കണം. എപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ ദൈവനാമത്തിൽ നിങ്ങൾ രോഗാതുരമായ സ്ഥലങ്ങളിൽ കൈവെക്കണം. ഹാർട്ടിന് ബ്ലോക്കുള്ളവരെ ഇടത് നെഞ്ചിൽ കൈവയ്ക്കേണ്ടതാണ്. അങ്ങനെ വെക്കുമ്പോഴൊക്കെ നീ പറയണം, ഇതാണ് എൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം. ഇത് ഞാൻ വിശ്വാസത്തിൽ ഉടമ്പടി പ്രകാരം ഞാൻ തീരുമാനിച്ച സമയമാണ്. കർത്താവ് എനിക്ക് തന്ന വിശ്വാസത്തിൻ്റെ അധികാരത്തിലാണ് ഞാൻ കൈവെക്കുന്നത്. രോഗങ്ങൾ, തേളുകൾ എല്ലാം, ക്യാൻസറും എല്ലാ സംഭവവും എൻ്റെ കർത്താവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത്. യേശു ക്രിസ്തു നാമത്തിൽ കൈവെക്കുന്ന മക്കളുടെ ഈശോയുടെ മധ്യസ്ഥതയിൽ, അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിൽ കൈവെക്കുന്ന ഇടങ്ങളെ രോഗങ്ങൾ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൈവച്ച് പ്രാർത്ഥി ഓരോ മകളെയും ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. അത്ഭുതകരമായ സൗഖ്യം, വിടുതൽ നൽകണമേ. മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. ഇന്നത്തെ സാക്ഷ്യത്തിലുള്ളതാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം തേച്ചപ്പോൾ ക്രിയാറ്റിൻ നോർമലായെന്നല്ലേ. അപ്പോൾ ക്രിയാറ്റിൻ കൂടിയ മക്കൾ, കിഡ്നി അസുഖമുള്ളവർ നടുവിൽ കൈവെക്കുക, നടുവിൽ കൈവെക്കുക. കിഡ്നിക്ക് എന്തെങ്കിലും വീക്കമുള്ളവർ, കല്ലുള്ളവർ, ക്രിയാറ്റിൻ കൂടുതലുള്ളവർ നടുവിൽ കൈവെക്കുക. അധികാരത്തോടെ എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഈശോ പറഞ്ഞത്. എന്നിട്ട് ആ അധികാരം സുവിശേഷ പ്രവർത്തകർക്ക് കൈമാറി. നീ കൃപാസനത്തിൻ്റെ പത്രം ആത്മരക്ഷയ്ക്ക് വേണ്ടി വിതരണം ചെയ്യുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷ പ്രവർത്തകനായി നീ മാറുകയാണ്, പ്രവർത്തകയായി. അപ്പോൾ അധികാരം നിന്നിലേക്ക് കൈമാറിയിരിക്കുകയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ യേശു ക്രിസ്തു അതിൻ്റെ ഉന്നതമായ നാമത്തിൽ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിലെ കുരിശിൻ്റെ അടയാളത്തിൽ കൈവെക്കുന്ന ഇടങ്ങളിൽ രോഗങ്ങളെ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കരളിന് അസുഖമുള്ളവരെ നെഞ്ചിൻ്റെ കൊമ്പിന് കൈവെക്കേണ്ടതാണ്. കരളിന് വീക്കമുള്ളവരെ, ഫാറ്റി ലിവറുള്ളവരൊക്കെ നെഞ്ചിൻ്റെ കൊമ്പിന് കൈവെക്കുക. മഹോദരം പോലെ കരളിൽ ലീക്കേജ് ഉള്ളവരും നെഞ്ചിൻ്റെ കൊമ്പിന് കൈവെക്കുക. പാങ്ക്രിയാസ് ഉള്ളവർ ഇടത് നെഞ്ചിൻ്റെ താഴെ കൈവെക്കുക, വലത് നെഞ്ചിൻ്റെ താഴെ കൈവെക്കുക. പാങ്ക്രിയാസിന് വീക്കം, പാങ്ക്രിയാസിൽ കല്ല് എല്ലാവരും. തൈറോയിഡ് ഉള്ളവർ, ടോൺസൈറ്റ് രോഗങ്ങളുള്ളവർ, സ്പോണ്ടിലോസിസ് രോഗമുള്ളവർ കഴുത്തിൽ ഈശോ നാമത്തിൽ കൈവെക്കുക. ശിരോരോഗങ്ങളുള്ളവർ, കണ്ണിന് കാഴ്ചക്കുറവ്, ചെവിയുടെ കേൾവിക്കുറവ്, പല്ലുവേദനകൾ, മൂണപ്പഴുപ്പ്, വായുനാട്ടം, തലയ്ക്ക് പുകച്ചിൽ, തലച്ചോറിന് മരവിപ്പ്, അതുപോലെ തന്നെ തലച്ചോറിൽ സൂക്ഷ്മ ഞരമ്പുകൾക്ക് ബ്ലോക്ക്, അങ്ങനെയുള്ളവരെ ശിരസ്സിൽ കൈവെക്കുക. വെറുതെ വെച്ചാൽ പോരാ, അച്ഛൻ പറഞ്ഞു തരാം അതിൻ്റെ രീതികൾ, പ്രാർത്ഥനകൾ. പിന്നെ പഠിക്കാനുള്ളവരെ, ചിലർക്ക് മാത്സ് മനസ്സിലാകണില്ല, ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് മനസ്സിലാകണില്ല. ഭാഷയുടെ ബ്രെയിനും അതെല്ലാം ഇടതുവശത്ത് ബ്രെയിനിൻ്റെ അവിടെ തലയുടെ ഇടതുഭാഗത്ത് കൈവെക്കേണ്ടതാണ്. ഓർമ്മക്കുറവുള്ളവരെ, മാനസിക രോഗമുള്ളവരൊക്കെ എല്ലാം ശിരസ്സിൽ കൈവെക്കേണ്ടതാണ്. എന്നിട്ട് രോഗത്തെ നീ സമർപ്പിക്കണം, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ,
ഞാൻ പരിശുദ്ധ അമ്മ വഴി ഈശോട് ചെയ്തതും ചെയ്യാൻ പോകുന്നതുമായ ഉടമ്പടി പ്രകാരം അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ നാമത്തിലെ ഞാൻ കൈവെക്കുന്ന ഇടങ്ങളിലെ മുഴുവൻ രോഗങ്ങളെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ യേശുവിന്റെ നാമത്തിലെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ സൗഖ്യമാകട്ടെ. കൈവച്ച് പ്രാർത്ഥിച്ച ഓരോ മേഖലകളും, ഓരോ രോഗങ്ങളും, ദുരിതങ്ങളും, മാരക രോഗങ്ങളും സൗഖ്യപ്പെടുത്തണമേ, തത്സമയം സൗഖ്യപ്പെടുത്തണമേ, ഈശോയെ സ്പർശിക്കണമേ. നമ്മൾ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. അടിവയറ്റിൽ കൈവെക്കാം. അതിനെന്താണെന്നറിയോ? ഈ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർ, വെള്ളപ്പൊക്കത്തിൻ്റെ അസുഖമുള്ളവർ, പീരീഡ്സ് റെഗുലർ അല്ലാത്തവർ, പീരീഡ്സ് കറക്റ്റായിട്ട് കാലങ്ങളിൽ വരാത്തവർ, കുറേ ദിവസങ്ങൾ പീരീഡ്സ് നീണ്ടു നിൽക്കുന്നവരുണ്ട്, കടുത്ത വേദനയും ഛർദിയും നടുവേദനയും തളർച്ചയും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളും യൂസ്ലെസ് ഡേയ്സ് ഇങ്ങനെ വരും. പേടിയാണ്. അതുകൊണ്ട് ചിലർക്ക് പെണ്ണായി ജനിച്ചു പോയത് തന്നെ പേടിയാണ് ഈ ഒരൊറ്റ വിഷയത്തിൽ. അത്രയും സങ്കടപ്പെട്ട് വേദനിക്കുന്നവരുണ്ട്. അവരെല്ലാം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണ്. അടിവയറ്റിൽ കൈവെക്കുക. അർശസ് രോഗികൾ, പിസ്റ്റുല രോഗികൾ, ഫിഷ രോഗികൾ അടിവയറ്റിൽ കൈവെക്കുക. മൂത്രത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവർ, യൂറിക് ആസിഡ് കൂടുതലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ എരിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുന്നവർ, മൂത്രം തുള്ളി കുത്തി വീഴുന്നവർ, മൂത്രം ഒഴിക്കാൻ പറ്റാത്തവർ ഒക്കെ ഇടത് അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മധ്യസ്ഥതയിലെ ഞാൻ ചെയ്ത ഉടമ്പടി, ഈശോ നാമത്തിലെ ചെയ്ത ഉടമ്പടി പ്രകാരം ഈശോ നാമത്തിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ കൈവെക്കുന്ന ഇടങ്ങളിലെ മുഴുവൻ രോഗങ്ങളാണ്, അറിയാവുന്ന രോഗങ്ങള്, അറിവില്ലാത്ത രോഗങ്ങള്, യേശു നാമത്തിലെ യേശു നാമത്തിലെ യേശു നാമത്തിലെ സൗഖ്യമാകട്ടെ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ തത്സമയ സൗഖ്യങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, വെരിക്കോസിന് അസുഖമുള്ളവര്, വാതരോഗികൾ, ശരീരത്തിൽ നുണുവ് പോലെയുള്ള ചിരങ്ങ്, ചൊറി, വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങളുള്ളവർ, തൊലിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഓരോരോ വ്യത്യസ്തമായ രോഗങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. കർത്താവ് സൗഖ്യപ്പെടുത്താൻ പോകുന്നത്. പിന്നെ പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, എപ്പോഴും ശരീരത്തിൽ തറച്ച, ഉറക്കമില്ലാത്തവർ, ഉറക്കം കൂടുതലുള്ളവർ, എല്ലാം അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മുഴുവൻ ശരീരപ്രകൃതി മാറി മറിഞ്ഞു പോയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭ്രാന്തന്മാരെ പോലെ ആയി പോകുന്നവർ ഒക്കെ കൈ സ്വസ്തിക പോലെ വെക്കണം. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിന് സമർപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. കൈ സ്വസ്തിക പോലെ വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നഖം മുതൽ ശിഖ വരെ കർത്താവിൻ്റെതാണ് എന്ന് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, എനിക്കറിയാവുന്ന രോഗങ്ങൾ, എനിക്കുള്ളത് അറിവില്ലാത്ത രോഗങ്ങൾ, ക്യാൻസർ പോലെ, മറ്റസുഖങ്ങൾ പോലെ അറിവില്ലാത്ത രോഗങ്ങൾ, ഇപ്പം വരെ അറിവില്ലാത്ത രോഗങ്ങളുടെ മേൽ അമ്മയുടെ മധ്യസ്ഥതയിലെ യേശുവിൻ്റെ അധികാരം ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാ നാമങ്ങളുടെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിലെ ഞാൻ സർവാംഗം യേശുവിൻ്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ. ദൈവമേ, സർവാംഗ രോഗിയെ സൗഖ്യപ്പെട്ട ദൈവമേ, അന്തന് കാഴ്ച കൊടുത്ത ദൈവമേ, എതിരിന് കേൾവി കൊടുത്ത ദൈവമേ, ഉപരി സംഭാഷണം കൊടുത്ത ദൈവമേ, എല്ലാ രോഗഭാഗങ്ങളെ മക്കളെ, കൃപാസനത്തിൽ നിങ്ങൾക്കറിയാം ഭൗതിക സാഹചര്യങ്ങളുടെ പരാധീനതയാണ്. അതിനുള്ള മരിയൻ പോംവഴികളാണ് ഉടമ്പടിയുടെ അന്തസത്ത. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ വീഞ്ഞ് മാത്രമല്ല ഇല്ലാത്തത്, അവർക്കതിൻ്റെ പേരിൽ സമൂഹത്തിൽ അവർ നാണം കെടാൻ പോകുന്ന ഒരു ഭൗതിക പരാധീനതയുണ്ട്. ഈ ഒരു വിഷയമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും, ഇപ്പോൾ ജോലിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും. അപ്പം നമ്മൾ നാണം കെടും. എന്നെ നാണം കെടുത്തല്ലേ എന്നാ നമ്മൾ ഉടമ്പടി ചെയ്തുകൊണ്ട് പറയണം ദൈവത്തോട്, അല്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ, കാര്യം ദൈവത്തിൻ്റെ മകൻ മറ്റുള്ളവരുടെ മുമ്പിൽ തെണ്ടിയായി നിൽക്കുമ്പോൾ അതിൻ്റെ നാണക്കേട് ഇറക്കാവുന്നത് ദൈവത്തിനാണ്. എലിസബത്തൊക്കെ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവർ ആദ്യം പറഞ്ഞത് എന്താ? മനുഷ്യരുടെ മുമ്പിൽ എനിക്കുണ്ടായിരുന്ന നാണക്കേട് കർത്താവ് പരിഹരിച്ചു.
ഇപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് നാണം കെടുന്നത് നിസ്സാര കാര്യമല്ല. നിനക്ക് ജോലി ഇല്ലാമെന്നാലും പരീക്ഷയ്ക്ക് തോറ്റാലും സ്ഥലം വിൽക്കണില്ല എന്നുണ്ടെങ്കിലും ബാങ്കുകാർ ജപ്തി ചെയ്താലും എല്ലാം അപമാന വിഷയങ്ങളാണ്. നീ അപമാനിക്കപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കണില്ല. ലയ അവഗണിക്കപ്പെടുന്നതായിട്ട് കർത്താവ് കണ്ടു. അതുകൊണ്ട് അവൾക്ക് ഗർഭധാരണ ശേഷി കൊടുത്തു. അങ്ങനെ റാഹേലിനേക്കാൾ നേരത്തെ അവൾ പ്രഗ്നൻ്റ് ആയത്. നിൻ്റെ അപമാനപ്പെടുന്ന സാഹചര്യങ്ങൾ കർത്താവ് കാണുന്നൊരു വിഷയമാണെന്നുള്ളതാണ് ദൈവപൈതലിൻ്റെ ഏറ്റവും അഭിനിവേശകരമായ ആനന്ദം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ഭൗതിക പരാധീനതകളെ, എൻ്റെ സാമ്പത്തിക കടങ്ങളെ, എൻ്റെ വീടില്ലാത്ത അവസ്ഥകളെ, എൻ്റെ വഴിയില്ലാത്ത അവസ്ഥകളെ, എൻ്റെ പരീക്ഷകളുടെ പരാജയങ്ങളെ, എൻ്റെ ജോലിയിലുണ്ടാകുന്ന പരാധീനതകളെ, ശമ്പളമില്ലാത്ത അവസ്ഥകളെ, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥകളെ, ട്രാൻസ്ഫർ ഇല്ലാത്ത അവസ്ഥകളെ, ട്രാൻസ്ഫർ ഉള്ള അവസ്ഥകളെ, എല്ലാ പ്രാതികൂല്യങ്ങളും യേശുവിന്റെ നാമത്തിലെ വീര്യമാകട്ടെ. ദൈവമായ കർത്താവേ, ബെത്സയിദാ കുളക്കരയിൽ കിടന്നവന് സൗഖ്യം കൊടുത്ത കർത്താവേ, എല്ലാ രോഗങ്ങളെയും ദുരിതങ്ങളെയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെല്ലാത്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. മക്കളില്ലാത്തവരും വിവാഹ താമസിക്കുന്നവരും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ നവംബർ മാസത്തെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങൾ 20 കൊല്ലമായും 14 വർഷമായും മക്കളില്ലാത്തവർക്ക് ഉടമ്പടി എടുത്തപ്പോൾ 2 മക്കളെ വീതം കിട്ടിയതാണ്. 9 കൊല്ലമായി മക്കളില്ലാത്തവർക്ക് ഉടമ്പടി എടുത്തപ്പോൾ 3 കുഞ്ഞുങ്ങളെ ഒറ്റ പ്രസവത്തിൽ കിട്ടിയതാണ് നവംബർ മാസത്തിലെ നല്ല സാക്ഷ്യങ്ങൾ. അപ്പോൾ മക്കൾ എന്ന് പറയണത് കൃപാസനത്തിലെ അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമാണ്. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് സെമനില്ല, കൗണ്ടില്ല, മൊബിലിറ്റി ഇല്ല, ഇതൊക്കെ ശാസ്ത്രീയമായ സത്യങ്ങളാണ്. പക്ഷേ ശാസ്ത്രീയമായ സത്യത്തിലല്ല ഉടമ്പടി വർക്ക് ചെയ്യണത്. നോട്ട് ബൈ മെറിറ്റ്. സയൻസ് എല്ലാം എന്താണ്? നമ്മുടെ മെറിറ്റാണ്. പക്ഷേ ഉടമ്പടിയിൽ എന്താ ഉള്ളത്? ഗ്രേസ് ആണുള്ളത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ ഈ 20 കൊല്ലമായിട്ട് മക്കളില്ലാന്നവർ പിന്നെ എങ്ങനെ ഇരട്ട പ്രസവിച്ചത്? അത് കർത്താവിൻ്റെ ശക്തിയാലാണത്. അതുകൊണ്ട് മക്കളില്ലാത്തവർക്ക് അടിവയറ്റിൽ അവർ കൈവെക്കേണ്ടതാണ്. എന്നെ കേൾക്കുന്ന എവിടെയെങ്കിലുമുള്ള ജനങ്ങളൊക്കെ എല്ലാം യേശുനാമത്തിൽ ഇപ്പോൾ അടിവയറ്റി കൈവെക്കട്ടെ. സേമൻ ഇല്ലാത്തവർക്ക് ഇപ്പോൾ കർത്താവ് സേമൻ ഉണ്ടാക്കിയെടുക്കാം. മൊബിലിറ്റി ഇല്ലാത്തവർക്ക്, കൗണ്ട് ഇല്ലാത്തവർക്കെല്ലാം കർത്താവ് നമ്മളെ സൃഷ്ടിച്ചവനെ അറിയാം. സൃഷ്ടികൾ വരുന്ന പരാധീനതയെ പരിഹരിക്കാൻ പോകുന്നവനാണ്. കൈ അടിച്ച് സുഖയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ, യേശുവിന്റെ നാമത്തിലെ ശക്തി പ്രാപിക്കട്ടെ. മക്കളില്ലാത്തവർക്ക് യേശുവിന്റെ നാമത്തിൽ മക്കളെ ലഭിക്കട്ടെ. ജോലിയില്ലാത്തവര്, സാമ്പത്തികമായ കടങ്ങൾ, നിങ്ങളെ ചുമ്മാ ഇങ്ങനെ സാമ്പത്തിക കടം എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം എടുത്ത് പ്രാർത്ഥിക്കുക എല്ലാം നിങ്ങൾ ഓർക്കണം. കാര്യം ഇവിടെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാകും. സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാത്തവരെയും അമ്മ മാതാവ് പുതിയ മാർഗ്ഗം നൽകി സെറ്റ് ചെയ്യണത്. നമ്മൾ സാക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ 1500ഓളം സാക്ഷ്യങ്ങളാണ് യൂട്യൂബിലുള്ളത്. അതിൻ്റെ സാമ്പത്തിക കടമില്ലാത്ത എത്രയോ പേരാണ് ഉള്ളത്. അവർക്ക് രക്ഷപ്പെടുന്ന വഴികൾ നിങ്ങൾ അതിൻ്റെ യൂട്യൂബിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കണം. പ്രാർത്ഥികർത്താവായ ദൈവമേ, ജോലിയില്ലാത്തവരെ, സാമ്പത്തികമായ കടങ്ങളാല് വല്ലാതെ വേദനിക്കുന്നവരെ, ഒരു വരുമാന മാർഗവും ഇല്ലാത്തവരെ, ഉള്ള വരുമാന മാർഗങ്ങള് നശിച്ചുകൊണ്ടിരിക്കുന്നവരെ പരിശുദ്ധ അമ്മേ, ദിവ്യകൃപാനയുടെ ഇപ്പോൾ പ്രാർത്ഥിക്കണമേ. സാമ്പത്തിക മേഖലകളെ യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ, ശക്തിപ്പെടട്ടെ. എല്ലാ പ്രശ്നങ്ങളും യേശുവിന്റെ നാമത്തില് ശക്തി പ്രാപിച്ചുകൊണ്ട് പരിഹരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അധിക വരുമാനം ആഗ്രഹിക്കുന്നവരെ, പ്രമോഷൻ ആഗ്രഹിക്കുന്നവരെ, തൊഴിലെതിരായിട്ടുള്ളവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു. സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്നവരെ, കടഭാരത്തിൽ കഴിയുന്നവരെ, ജീവിത ഭീഷണിയിൽ കഴിയുന്നവരെ സംരക്ഷിക്കണമേ. നമുക്ക് എന്തും പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരിടമാണ് കൃപാസനം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഒരു പ്രോട്ടീൻ കുറഞ്ഞു പോയ സാക്ഷ്യം പറഞ്ഞില്ലേ? പ്രോട്ടീൻ ഉള്ള ഒന്നും കഴിക്കാൻ പാടില്ല. നമുക്കറിയാമല്ലോ, ശരീരം വെയിറ്റ് വെക്കണമെങ്കിൽ പ്രോട്ടീൻ വേണം. പക്ഷെ കഴിക്കാൻ പാടുന്നില്ലെങ്കിൽ ആ രോഗമുള്ളവർക്കെല്ലാം 12 കിലോ വരെ കുറവാണ് വെയിറ്റ്. പക്ഷേ ഈ പർട്ടിക്കുലർ മകന് വെയിറ്റിന് കുറവില്ല. പ്രോട്ടീൻ കഴിക്കാതെ തന്നെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നൊരു സാക്ഷ്യം നമ്മൾ കേട്ടായിരുന്നു. അതെല്ലാം ഈ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്ന, ആ ഇക്വേഷനിൽ വർക്ക് ചെയ്യുന്ന സാക്ഷ്യങ്ങളാണ്. അവൻ്റെ തൂക്കത്തിന് കുറവൊന്നുമില്ല. ബൈബിൾ എപ്പോഴും പറയും, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും. അത് തൂക്കമായാലും ആക്കമായാലും എന്തായാലും
കർത്താവിൻ്റെ പൊസിഷൻ, ദൈവത്തിൻ്റെ കൃപ അതിലേക്ക് പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇതുപോലുള്ള ഇത് ശാരീരികമായ വൈകല്യം. ചില ആൾക്കാർക്ക് സ്വഭാവ വൈകല്യങ്ങളുണ്ട്, ചിലർക്ക് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയവരുണ്ട്, ചിലർക്ക് ആത്മാവിനെ പണയപ്പെടുത്തുന്ന ഭൗതിക ബന്ധനങ്ങളിൽ ചെന്ന് അകപ്പെട്ടു പോയവരുണ്ട്. അവർക്ക് എന്താണെന്ന് പോലും മനസ്സിലാകണില്ല. ഈശോ എന്താണ്, നിത്യജീവൻ എന്താണ്, ആത്മാവിന് നഷ്ടം എന്താണ്, ഒന്നും അറിയത്തില്ല. ആകപ്പാടെ അറിയാവുന്ന തിന്നാനറിയാം, പിന്നെ ശാരീരികമായ കുറേ വൈകൃതങ്ങളല്ലാതെ വേറെ ഒന്നും അറിയാം. ഭയങ്കര ബുദ്ധിയൊക്കെ ഉണ്ടാകും, പക്ഷേ കഥയില്ല, പട്ടിയുടെ സ്വഭാവമാണ്. അപ്പം അങ്ങനെ ഭയങ്കര ശാരീരിക വൈകല്യങ്ങളും സ്വഭാവ വൈകല്യങ്ങളുള്ള ആൾക്കാരുണ്ട്. അതുമൂലം മാതാപിതാക്കന്മാർ ഒത്തിരി എന്ത് ചെയ്യും, ഇവനൊന്ന് ചത്ത് കിട്ടിയാൽ മതിയെന്ന് പോലും സങ്കടപ്പെട്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് കൃപാസനത്തിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട്. വൈകല്യമുള്ള സ്വഭാവങ്ങൾ, പിടിവാശിയുള്ള മക്കൾ, ഒരു കാര്യമില്ലാതെ എപ്പോഴും ചവിട്ടിക്കൂട്ടുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, അതുമൂലം വിവാഹം ഡൈവേഴ്സിനോട് എടുക്കുന്നത്, അതുപോലെ കേസിന് പോണത്, അവർക്ക് തന്നെ അറിയില്ല അവരെന്താണ് ചെയ്തു കൂട്ടണമെന്ന്. അത്തരം വലിയ ഭ്രാന്തന്മാരും ഭ്രാന്തികളും കുടുംബത്തെ നരകതുല്യമാക്കി തീർക്കുന്ന പൈശാചിക ശക്തികളുടെ മേലെ ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out your spirit. In the name of Jesus, I command you. Hallelujah. ദൈവത്തിന്റെ അഭിഷേകം തരികയാണ്. കർത്താവ് നിങ്ങളെ സ്പർശിക്കുകയാണ്. കരങ്ങളടിച്ച് കർത്താവിനെ വാഴ്ത്തി പറയട്ടെ. നേർച്ച വസ്തുക്കൾ എടുക്കുക, നേർച്ച വസ്തുക്കൾ എടുക്കുക. സമാപനാശീർവാദത്തിൻ്റെ സമയം. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞായിരുന്നു, ഡിസംബർ മാസത്തിൽ മൊത്തം എല്ലാ ശുശ്രൂഷാ ദിവസങ്ങളിലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ കാശുരൂപം നഷ്ടപ്പെട്ടവർക്ക് ഉടമ്പടി കാശുരൂപം പുതിയത് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഉടമ്പടി പേപ്പർ അപ്ഡേറ്റ് ആണെന്ന് പരിശോധിക്കണം. അത് 8-ാം നമ്പർ കൗണ്ടറിൽ കൊണ്ടേ കൊടുത്ത് ഉടമ്പടി പേപ്പർ കാണിച്ചാൽ അത് അപ്ഡേറ്റ് ആണ്, നവംബർ തൊട്ട് ഒരു അപ്ഡേറ്റ് ആണെന്ന് കണ്ടാൽ അവർ തീർച്ചയായിട്ടും അവിടുന്ന് അതിന്മേൽ കുത്തിത്തരും, സൈൻ ചെയ്ത് തരും. അപ്പോൾ അച്ഛൻ 3:30 ഇവിടെ ഓഫീസിലുണ്ട്. അച്ഛൻ ഇവിടെ ടേബിളിൽ വരും, അച്ഛൻ ഇവിടെ ഓൾട്ടറിൽ വരും, ആൾത്താരെ വരും. 3:30 അങ്ങനെ നമ്പർ വാങ്ങിച്ച് 1 2 3 4 എന്ന് പറഞ്ഞ നമ്പർ തരും. അവർ നിങ്ങളുടെ ഉടമ്പടി പത്രിക പരിശോധിച്ചതിന് ശേഷം അത് അപ്ഡേറ്റ് ആണ്, ഉടമ്പടി മുടങ്ങിയിട്ടില്ല എന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് സൈൻ ചെയ്ത് തരും. നമ്പർ സൈൻ ചെയ്ത് തരുമ്പോൾ അത് നിങ്ങൾ 2 ചെയ്യണം. അതായത് ഉടമ്പടി കാശുരൂപം ഇപ്പോൾ പ്രത്യേകം വെഞ്ചരിക്കണമല്ല, ഇത് ഉടമ്പടിക്ക് വേണ്ടി വെഞ്ചരിച്ചിട്ടുള്ള കാശുരൂപമാണ്. ഈ കാശുരൂപം ഇത് അതിൻ്റെ ഉടമ്പടിയുടെ കാശുരൂപത്തിൻ്റെ ചില ആൾ കൊളുത്തൊടിഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർക്ക് അത് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചേൽപ്പിച്ചാൽ അത് തന്നെ തിരിച്ചു തരും. ചില ആൾക്കാർക്ക് കളഞ്ഞു പോയിട്ടുണ്ട് തിരക്കിൻ്റെ ഇടയിൽ, അവർക്ക് അതിന് അനുപേക്ഷികമായ ഉപോത്ബലകമായ കാശുരൂപം തരും. ഇപ്പോൾ ഇത് തിരിച്ചേൽപ്പിക്കുന്നവർക്കുള്ളതാണ് ഇത് തന്നെ കൊടുക്കും. പിന്നെ അതിൻ്റെ ഈ കളഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കാശുരൂപം തരും. പക്ഷേ നിങ്ങളുടെ ഇത് രണ്ടും ഉടമ്പടിയുടെ പവർ ഒന്ന് തന്നെയാണ്, പക്ഷേ അതനുസരിച്ചാണ് ബ്ലെസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വരെ തുടങ്ങാം. ഈ ഡിസംബർ 31-ാം തീയതി വരെ എല്ലാ ശുശ്രൂഷയ്ക്കും, ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണ്, നമുക്കിന്ന് ഈ മാസം സെക്കൻഡ് സാറ്റർഡേ അച്ഛനുണ്ടാകത്തില്ല, ബാക്കി എല്ലാ 10 ശുശ്രൂഷയ്ക്ക് അച്ഛനുണ്ടാവും. 10 ശുശ്രൂഷകൾ. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും 3:30 മണിക്ക് നിങ്ങളെ ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാശുരൂപം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യം ചെയ്യേണ്ടി വരും. എന്താ കാര്യം, ഈ മകൾക്ക് കൊടുത്തിട്ട് വരികയാണെങ്കിൽ നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അത് കാര്യദേവമായിട്ട് നമ്മൾ പൊട്ടങ്ങൾ കളിക്കേണ്ട സംഭവമല്ല, വിളിക്കാൻ തക്കണ പാണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവർ മക്കൾക്ക് കൊടുത്തിട്ടുള്ളവർ അത് പറയണം, മകൾക്ക് കൊടുത്താണെന്ന് പറയണം, മകൾക്ക് കൊടുത്തതാണെന്ന് അവരോട് പറയണം, സത്യാവസ്ഥ പറയണം. അവരപ്പോൾ എഴുതി വെക്കും, അവർ മകൾക്ക് കൊടുത്താണെന്ന് എഴുതി വെക്കും. അപ്പോൾ അവർക്ക് ഈ കാശുരൂപമാണ് തരണത്. അങ്ങനെ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണത്. കളഞ്ഞു പോയവർക്കും കൈമാറ്റം ചെയ്തവർക്കുമാണ് ഈ കാശുരൂപം വെച്ചിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതവിടെ പറയണം. ഇവിടെ വന്ന് അച്ഛൻ നിങ്ങളെ കള്ളി പിടിക്കാനിടയായ പിന്നെ ഉടമ്പടി പോലും ക്യാൻസലായി പോകും. കള്ളത്തരം കാണിക്കുന്ന ആളാണെന്ന് വിചാരിച്ചാൽ പിന്നെ ആ ഉടമ്പടി നിലനിൽപ്പില്ലല്ലോ. കാശുരൂപത്തിന് പോലും കള്ളത്തരം പറയുന്ന പാർട്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഉടമ്പടിയും ദൈവവുമായിട്ടത് നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ കാര്യം ഇത് നമുക്ക് അത്യാവശ്യമാണ്. ഉടമ്പടി കാശുരൂപം കളയാൻ പാടില്ല. അത് നമുക്ക് ഉടമ്പടിയുടെ ജ്ഞാപകമായിട്ടാണ് അത് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ ഡിസംബർ മാസം മാത്രമേ ഉള്ളൂ 31-ാം തീയതി വരെയുള്ള 10 കൂട്ടായ്മയൊക്കെ ഉടമ്പടി കാശ് നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും.
അതിൻ്റെ അംശങ്ങളുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ട അംശങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ആ കാശുരൂപം തന്നെ, ഉടമ്പടി കാശുരൂപം തന്നെ തിരിച്ചു കൊടുക്കും. കളഞ്ഞു പോയവർക്കാണെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള കാശുരൂപം. ഉടമ്പടിയുടെ പ്രാർത്ഥന എല്ലാം സെയിമാണ്. അപ്പോൾ അത് നമ്മൾക്ക് അറിയാൻ വേണ്ടിയാണ്. കളഞ്ഞു പോയതും നഷ്ടപ്പെട്ടതും നമുക്ക് കേടുപാട് വന്നതും തമ്മിൽ അച്ഛനെ എപ്പോഴായാലും അറിയണമല്ലോ. കൗൺസിലിങ്ങിന് വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോഴത്തെ രീതി അറിയാമല്ലോ. അതായത് ഉടമ്പടി 90 ദിവസമേ ആണ് ഉടമ്പടി ഉള്ളത്. വാഗ്ദാനപ്പെട്ടതിന് പ്രാർത്ഥനയാതും 90 ദിവസം കൊണ്ട് ഉടമ്പടി തീരും. പിന്നെ ചില ആൾക്കാർ ഉടമ്പടി പുതുക്കുന്നുണ്ട്. അപ്പോൾ ഉടമ്പടിയെ സംബന്ധിച്ച് അത് അച്ഛനെ കാണുന്ന പ്രാർത്ഥനയല്ല, അത് ഉടമ്പടി അതിൽ തന്നെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി 90 ദിവസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല, നിങ്ങൾ രാജ്യം വിട്ട് പോകണം, നാട് വിട്ട് പോകണം, അല്ലെങ്കിൽ പറ്റാത്ത കണ്ടീഷനാണെങ്കിൽ നിങ്ങളത് 90 ദിവസം നോക്കിയാൽ മതി. പിന്നെ ദൈവം നിങ്ങളെ ആ ഉടമ്പടി പ്രകാരം നിങ്ങളുടെ വിശ്വസ്ത അനുസരിച്ച് നിങ്ങളെ ബ്ലെസ് ചെയ്തോളും. പക്ഷേ ഒത്തിരി പേര് ചെയ്യണത് ഉടമ്പടി പുതുക്കുന്നുണ്ട് അവർ. അപ്പോൾ 1-ാം പ്രാവശ്യം പുതുക്കണമെങ്കിലും 2-ാം പ്രാവശ്യം പുതുക്കണമെങ്കിലും നമുക്ക് ഈസിയാണ്. അത് 6-ാം നമ്പറിൽ അവിടെ പുതുക്കുന്നുണ്ട് ഉടമ്പടി. പക്ഷേ അവിടെ കയ്യിൽ പത്രം, ഇതിൻ്റെ കാർഡ് കൃത്യമായിട്ട് കിട്ടിയാൽ മതി. പക്ഷേ ചില ആൾക്കാർ കാണിക്കുന്നത് പത്രം ഇവിടെ വന്ന് മേടിച്ചിട്ട് പുതുക്കാൻ പോകും. അപ്പോൾ ഒക്കെ വരുമ്പോൾ അവിടെ എഴുതി വെക്കും, പത്രം ഇവിടെ വന്നാൽ മേടിച്ചത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടില്ലെന്ന്. അതാ പ്രശ്നമാണ്. കാര്യം പുതുക്കിയ ഡേറ്റും നിങ്ങളുടെ പത്രത്തിൻ്റെ ഡേറ്റും എപ്പോഴായാലും അച്ഛൻ്റെ ശ്രദ്ധയപ്പെടും. എപ്പോഴായാലും നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ വരുമല്ലോ. അപ്പോൾ നിങ്ങൾ പുതുക്കിയ ഡേറ്റും പത്രത്തിൻ്റെ ഡേറ്റും ഒന്നാണെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാതെയാണ് പുതുക്കി വാങ്ങിച്ചതെന്നുള്ളത് കാര്യം ഉടമ്പടിയാണ്, അല്ലാതെ ഇത് പൊട്ടങ്കളിയല്ല. അത് കാരണം വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാ വിഷയവും. നിങ്ങൾ ആ ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയാണ് ഞങ്ങൾക്കറിയണത് നിങ്ങൾ ഉടമ്പടി കൃത്യമായിട്ടാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുതുക്കിയ ഡേറ്റും നോക്കും. ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ നിങ്ങളെ ഇവിടെ ചില ആൾക്കാരൊക്കെ സ്വാധീനിച്ച് കൂടെ കള്ളത്തരമൊക്കെ കാണിക്കുന്നുണ്ടെന്ന് എൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കും പ്രശ്നമാണ്, അവർക്കും കുറച്ച് കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതെപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുക. കാര്യം നമ്മൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയാണ്. അവിടെ അച്ഛൻ എന്നാ പറയണത് അതിൻ്റെ അകത്ത് പിന്നെ ആർക്കും വേറെ സ്വന്തം തീരുമാനം എടുക്കാൻ അവകാശമില്ല. അപ്പോൾ 1-2 ഉടമ്പടി ഈസിയായിട്ട് പുതുക്കും. 3-ാമത്തെ ഉടമ്പടി മുതലാണ് അച്ഛൻ കോൺഫറൻസിൽ മെസ്സേജ് പറയണത്. 3-ാമത്തെ പക്ഷേ 3-ാമത്തെ ഉടമ്പടി പുതുക്കണമെന്നുണ്ടെങ്കിൽ പാടാണ്, ബുദ്ധിമുട്ടാണ്. കാര്യം നിങ്ങൾ സാക്ഷ്യം എഴുതി കൊടുക്കണം അവിടെ. അതിൻ്റെ ഒരു കോപ്പി ഓഫീസിലിരിക്കും, ഒരു കോപ്പി നിങ്ങളുടെ ഫയലിലിരിക്കും. ആ സാക്ഷ്യം കണാഗുണ സാക്ഷ്യങ്ങളൊന്നും അംഗീകരിക്കത്തില്ല. ഉടമ്പടി ബേസ്ഡ് ആയിട്ടുള്ള സാക്ഷ്യങ്ങൾക്ക് നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കും. ഉടമ്പടി സാക്ഷ്യങ്ങളില്ലെന്നുണ്ടെങ്കിൽ അവിടെ അടുത്ത സെക്ഷനിലേക്ക് അവരെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഉടമ്പടി അനുഭവം കിട്ടിയിട്ടില്ല, കാരണം ഉടമ്പടി അനുഭവത്തിൻ്റെ പ്രാർത്ഥനയാണ്. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മേജർ സെക്ഷനിലേക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ അത് എഴുതി കൊടുക്കണം. ഇന്ന കാര്യങ്ങൾ ഉടമ്പടി പ്രകാരം വെച്ചിരുന്നു, ഇന്ന കാര്യം നടന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കൂടെ ഉണ്ടാകണം, ഒരു കോപ്പി ഓഫീസിലുണ്ടാകും. 4-ാമത് പുതുക്കണമെങ്കിൽ ഉടമ്പടി അൾത്താരയിൽ പറയണം. അൾത്താരയിൽ പറയണമെന്ന് വെച്ചാൽ എങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ 60 ഉടമ്പടിയാണ് നമുക്ക് സാക്ഷ്യങ്ങളാണ് ഒരു ദിവസം കിട്ടുന്നത്. അതിൽ 20 എണ്ണം മാത്രമേ അൾത്താരയിൽ പറയാനുള്ള സമയമുള്ളൂ. ബാക്കി 40 എണ്ണം പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് മോശം സാക്ഷ്യമായതുകൊണ്ടല്ല, ഉടമ്പടിയുടെ ഫീച്ചേഴ്സ് അതിനകത്ത് കുറവായതുകൊണ്ടാണ് അത് മാറ്റിവെക്കണത്. കാര്യം ഉടമ്പടി അല്ലാതെ നടക്കാവുന്ന സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ നമ്മളതിന് പ്രാധാന്യം കൊടുക്കത്തില്ല. ഉടമ്പടിയുടെ സമയച്ചുരുക്കമുണ്ട്, പിന്നെ നോട്ട് ബൈ മെറിറ്റ് ഉണ്ട്, പിന്നെ ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. അതിനൊക്കെ അടയാളം കണ്ടാലാണ് അത് ഉടമ്പടി സാക്ഷ്യങ്ങളായിട്ട് മാറണത്. ആ സാക്ഷ്യങ്ങൾ അൾത്താര മെയിൻ അൾത്താരെ പറയിപ്പിക്കണത്. ബാക്കിയുള്ള സാക്ഷ്യങ്ങൾ ബുധൻ തൊട്ട് ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ വരെ ഇവിടെ താഴെ പറയിപ്പിക്കും, അൾത്താരെ പുറത്തിറക്കി പറയിപ്പിക്കും. അത് പക്ഷേ അതിന് ഇവിടുന്ന് ചീട്ട് തരുമ്പോൾ 4-ാമത്തെ പുതുക്കി തരും. പക്ഷേ ഈ 4 പുതുക്കും കഴിഞ്ഞ് ഈ മെയിൻ ഓൾട്ടറെ പറയുന്ന സാക്ഷ്യത്തിനാണ് ബ്ലൂ ഉടമ്പടി തരണത്. നീല ഉടമ്പടി തരത്തില്ലേ? അപ്പോൾ നേരത്തെ നീല ഉടമ്പടി മേടിച്ച ആൾക്കാർ സാക്ഷ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് കപ്പാസിറ്റി ഇല്ല. സാക്ഷ്യം പറയാൻ കുറേ ആൾക്കാർ നീല ഉടമ്പടി മേടിച്ചിട്ട് പോയിട്ടുണ്ട്. അവർക്കൊരു സാക്ഷ്യമില്ല, വെറുതെ ഇങ്ങനെ പത്രം മേടിച്ച് മാത്രം കൂട്ടി പോയി. അപ്പോൾ അവർക്ക് പിന്നെ അവർ മറുപടി പറയണം എന്തുകൊണ്ട് അവർക്ക് സാക്ഷ്യമില്ലാതെ വന്ന്. ചില ആൾക്കാർ സാക്ഷ്യം പറയാൻ നാണമായിട്ട് പറയാതിരിക്കുന്നുണ്ട്. അതാണ് പ്രശ്നം വന്നിരിക്കുന്നത് ഇവിടെ. കർത്താവിനെ ഏറ്റു പറയാൻ നാണക്കേടുള്ളവൻ കർത്താവിനെ എതിരെ ലജ്ജിച്ച നിന്നെക്കുറിച്ച് കർത്താവിന് ലജ്ജിക്കും. അപ്പോൾ അങ്ങനെ കർത്താവ് ലജ്ജിക്കുന്ന ആൾക്കാരെ നമ്മളെ പ്രൊമോട്ട് ചെയ്യത്തില്ല. അവർ സാക്ഷ്യം കിട്ടിയ അനുഭവങ്ങൾ, ക്ലാസ് ആയിട്ട് അനുഭവങ്ങൾ അവർ പറയണം. അതുകൊണ്ട് 3 തൊട്ടങ്ങോട്ട് എല്ലാം സാക്ഷ്യമായാൽ മാത്രമേ പിന്നീട് ഇപ്പം മെസ്സേജൊക്കെ എടുക്കണില്ലേ ആൾക്കാർക്ക്, ആ മെസ്സേജ് എല്ലാം പോണതെല്ലാം 3 തൊട്ടുള്ള ഉടമ്പടിക്കാണ്. അത് ഈ കൊല്ലം മാത്രമേ ഉള്ളൂ. അടുത്ത കൊല്ലം പോലും 3 ഉണ്ടാകത്തില്ല, 4 തൊട്ടേ ഉണ്ടാകത്തുള്ളൂ. മിക്കവാറും 6 മാസം കഴിയുമ്പോൾ തന്നെ 3-ൻ്റെത് മാറും. 3 ഉടമ്പടി പുതുക്കിയാൽ മെസ്സേജിലോട്ട് പോകത്തില്ല. കാര്യം അത്ര കണ്ട് ആൾക്കാരെ ഉടമ്പടി ചെയ്യണത്. ഞാൻ എണ്ണമൊന്നും പറയണില്ല, നിങ്ങൾക്കറിയാം എണ്ണമൊക്കെ ഇവിടെ വരുമ്പോൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത്ര കണ്ട് ആൾക്കാരെ ഉടമ്പടി ചെയ്ത് മാറണത്. അപ്പോൾ ഈ ആൾക്കാരെ കാണണമെങ്കിലെല്ലാം മെസ്സേജിലോട്ട് പോകണമെങ്കിൽ ഒരാൾക്ക് 15 മിനിറ്റ് വേണം,
അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾ അത്രയും സമയം ഉടമ്പടിയുമായിട്ട് ദൈവമായിട്ട് ചിലവഴിച്ച് വിശുദ്ധി, ശക്തി, സാക്ഷ്യം ഇത്രയും കാര്യങ്ങൾ വേണം. സഭയെ വളർത്തിയിരിക്കണം അയാൾ. സഭയെ വളർത്തണം, ഇടവകയെ വളർത്തണം. അങ്ങനെ സഭാ സമൂഹത്തെ ശക്തിപ്പെടുത്തുന്ന വ്യക്തികളെയാണ് നമ്മൾ സമയം കൊടുത്ത് സഹായിക്കുന്നത്. അപ്പോൾ ഏത് ഇടവകയായാലും, ഇപ്പോൾ നിങ്ങളിപ്പോൾ യാക്കോബൈസ് ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ഓർത്തഡോക്സ് ഉണ്ട്, പെന്തക്കോസ്തുകാർ വരെ സാക്ഷി എടുത്തിട്ടുണ്ട്. എല്ലാ പിന്നെ അക്രൈസ്തവർക്ക് ഉടമ്പടി എടുക്കാൻ അനുവാദമില്ല. കാരണം ഉടമ്പടിയുടെ കുറേ അംശങ്ങൾ പക്ക കാത്തലിക് പ്രാർത്ഥനകളാണ്. അപ്പോൾ അതൊന്ന് എടുക്കാൻ വേണ്ടി പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇഷ്യൂസ് ഉണ്ടായതിൻ്റെ പേരിലാണ് അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ക്രൈസ്തവർ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അങ്ങനെ വേർതിരിവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും ഇവിടെ എഴുതി കൊണ്ടുവന്ന് മാതാവിന് സമർപ്പിക്കാം. ക്രൈസ്തവർക്ക് അത് കൗൺസിലേഴ്സിന് പറയുകയാണെന്നുണ്ടെങ്കിൽ വിശുദ്ധ ജീവിതത്തിൻ്റെ മാർഗ്ഗങ്ങൾ ആവശ്യപ്പെട്ടാൽ പറഞ്ഞു തരും. എങ്ങനെയാണ് മതപരമായ അനുഷ്ഠാന ക്രിയകളില്ലാതെ തന്നെ നിങ്ങൾക്ക് ക്രൈസ്തവർക്ക് അത് ചെയ്യാൻ പറ്റും. അവർക്ക് ഉടമ്പടി തൈലം കിട്ടും, ഉടമ്പടി വിളക്ക് തെളിക്കാം. അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും. പക്ഷേ ഉടമ്പടി വേറെ ഒരു വിഷയമാണ്. ഉടമ്പടി എടുക്കാൻ ക്രൈസ്തവർക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് പ്രാർത്ഥനയുടെ പ്രത്യേകത. അതാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യം ചെയ്യാം. ഇപ്പോൾ ക്രൈസ്തവർ ഉടമ്പടി എടുക്കുമ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ, അടുപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ ഉടമ്പടി വെക്കാം. ക്രൈസ്തവർക്ക് നിങ്ങളുടെ ഉടമ്പടിയിൽ അക്രൈസ്തവരുടെ ആവശ്യങ്ങളും കൂടി വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് അങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ വിശുദ്ധിയായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നേർച്ച വസ്തു നിങ്ങൾക്ക് അവർക്ക് കൊടുക്കുകയും ചെയ്യാം. പക്ഷേ അത് കൃപാസനമായിട്ട് ബന്ധമില്ല. നിങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ സ്നേഹത്തിൻ്റെ പേരിൽ ചെയ്യുന്ന ഉപരിപ്രവർത്തനമായിട്ടാണ് കൃപാസനം അത് കാണുന്നത്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് അക്രൈസ്തവർക്ക് ഉടമ്പടി എടുക്കാൻ ഒരു 6 മാസമായിട്ട് അനുവാദമില്ല. ഇപ്പോൾ ചിലരൊക്കെ സാക്ഷ്യം പറയണത് പണ്ടെടുത്തു പോയവരാണ് ഇപ്പോൾ സാക്ഷ്യം പറയണത്. ദാറ്റ്സ് ഓക്കെ, ക്ലിയർ. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. ഇന്ന് തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കാരണം 3 ധ്യാനം 6 ധ്യാനമാണ് ഒരു മാസം കൂടേണ്ടത്. 6 നിയമങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് 2 ഷാലോൺ ടിവിയിലും ഗുഡ്നസ് ടിവിയിലും കൂടണം. ബാക്കി 1 ഇവിടെ വന്ന് കൂടണം. ബാക്കി 3 യൂട്യൂബിലാണ് കൂടേണ്ടത്. വിശ്വാസപ്രമാണം ചെയ്യട്ടെ. Lord Jesus Christ, pour out His Spirit at the family, soak with the precious blood, and with the authority of the Catholic Church, the power of Jesus Christ, with the baptism of the Holy Priesthood, I bless and hallow these relics, those used in our grace and peace and power. പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലും കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർണ്ണമാലകളെല്ലാം നിങ്ങളുടെ വിലപിടിച്ച വസ്തുക്കൾ നിങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കേണ്ടതാണ്. തിരക്കുള്ളതുകൊണ്ട് ചില ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നേർച്ച വസ്തുക്കൾ കൃപാസന സ്റ്റോളിൽ നിന്ന് മാത്രമേ, വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളാണ് വേണ്ടതെന്നെങ്കിൽ അത് കൃപാസന സ്റ്റോളിൽ നിന്ന് വാങ്ങിക്കേണ്ടത്. പുറത്ത് നാട്ടുകാർ അവരുടെ ജീവിതാവശ്യത്തിന് വേണ്ടി വിൽക്കുന്നുണ്ട്. അതും കൃപാസനമായിട്ടൊരു ബന്ധമില്ല. വെഞ്ചരിച്ചതല്ല, കൃപാസനത്തിൻ്റെതാണ് പറഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് മേടിക്കുന്നതിൻ്റെ അച്ഛന് വിരോധമില്ല. പക്ഷേ കൃപാസനം എന്ന് പറയുന്നത് അതിൻ്റെ നേർച്ച വസ്തുക്കൾ അതിൻ്റെ അനുഷ്ഠാന വിധി പ്രകാരമാണ്. ഉടമ്പടി പ്രാർത്ഥനയും ഉപവാസവും ദൈവബലി അർപ്പിച്ചിട്ട് പ്രത്യേക വിധത്തിലാണ് ഉടമ്പടിക്ക് വേണ്ടി ആശീർവദിക്കുന്നത്. അത് കൃപാസനത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് ആ സ്റ്റോളുകളിൽ നിന്ന് ലഭിക്കത്തുള്ളത്. നേർച്ച ഇന്ന് ഉടമ്പടി പ്രാർത്ഥന ദിവസം ഒന്നും ഉടമ്പടി പുതുക്കലില്ല. ഉടമ്പടി പുതുക്കൽ ശരിയാവാത്ത കൊണ്ടാണ്. ഭയങ്കര തിരക്കിൽ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കണില്ല. അതുകൊണ്ടാണ് ഉടമ്പടി പുതുക്കൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഉടമ്പടി പുതുതായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ 2.5 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അത് മനസാക്ഷിയോട് കൂടാൻ ഉദ്ദേശിക്കുന്നവർ മാത്രമേ തന്നെ ആ ക്ലാസ് കൂടിക്കഴിഞ്ഞ് മാത്രമേ ആ ക്ലാസ്സിൽ നിന്ന് വെച്ചവർക്ക് ചീട്ട് കൊടുക്കും. ആ ചീട്ട് കൊണ്ടേ കൊടുത്താൽ മാത്രമേ ഉടമ്പടി ചെയ്യിക്കത്തുള്ളൂ. അല്ല നിങ്ങൾ ഹോട്ടൽ മതിലൊക്കെ വെച്ചുകൊണ്ട് ഉടമ്പടി പൂർത്തീകരിച്ചുകൊണ്ട് വന്ന് നമ്മുടെ കൗൺസിലിംഗ് പോയി കുത്തിയിരിക്കുന്ന ആ പഴയ പ്രാന്തം പരിപാടിയൊന്നും നടക്കത്തില്ല. അതൊക്കെ ദോഷം ചെയ്തിട്ടുണ്ട് ഒത്തിരി. അതുകൊണ്ട് ക്ലാസ് കൃത്യമായിട്ട് കൂടിയിട്ട് ഞങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചീട്ട് തരും. ആ ചീട്ടും കൊണ്ടുപോയാണ് കൗൺസിലിങ്ങിന് വേണ്ടി പോകേണ്ടത്. സമാപന ആശീർവാദം സ്വീകരിക്കുക. വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. നീ ഉടമ്പടിയിൽ സമർപ്പിച്ച കാര്യങ്ങളെല്ലാം ഓർക്കണം. പുതുക്കിയപ്പോൾ സമർപ്പിച്ച കാര്യങ്ങൾ ഓർക്കണം.
ജീവിക്കുന്ന ദൈവം തന്നെ ആശീർവദിക്കാൻ. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. കർത്താവിത ആശീർവദിക്കാൻ. ദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ ആശീർവദിക്കുന്നു. കർത്താവെ സ്പർശിക്കണമേ, ഈശോയെ ബന്ധിക്കണമേ, ഈശോയെ ഏറ്റെടുക്കണമേ, സംരക്ഷിക്കണമേ. ഹല്ലേലൂയ. മാരക രോഗങ്ങൾ സൗഖ്യപ്പെടുത്തണമേ, തീരാവ്യാധികളിൽ നിന്നും കടക്കലിൽ നിന്ന് മോചിപ്പിക്കണമേ. യേശുവേ യേശുവേ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും